എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലാതെ നല്ല പഞ്ഞി പോലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു കേക്ക് നമുക്ക് ബർത്ത്ഡേക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ബർത്ത്ഡേ കേക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് പാടായിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ബർത്ത്ഡേ കേക്കാണ്. ഒരുപാട് പേര് ബർത്ത്ഡേ കേക്കിൻ്റെ ഈസി ആയിട്ടുള്ള വേർഷൻ ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കിയത് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ആണ് ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം എൻ്റെ അനിയന് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി വെറും 1/2 കപ്പ് മൈദ മാത്രം മതി. മൈദയോ ഗോതമ്പ് പൊടിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഇതൊരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. കൊക്കോ പൗഡർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാനില കേക്കായിട്ടും കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പകരം 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇതിൽ ഈ കട്ടകളൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മൾ കട്ടയൊക്കെ പൊടിച്ച് ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് മിക്സിങ്ങിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് വേണ്ടത്. ഈ 4 മുട്ടയിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു മിക്സ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഒരു കേക്കിന് നല്ലൊരു ഫ്ലഫ്നെസ്സും നല്ലൊരു സ്പോഞ്ചായിട്ടും കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുക. വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാത്രം നമ്മളിതിന് മുകളിലായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഗ്ലാസിൻ്റെ പാത്രം എടുക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് സ്റ്റീലിൻ്റെ പാത്രം എടുക്കുന്നതാണ്. ചില ഗ്ലാസിൻ്റെ പാത്രം നമ്മൾ പെട്ടെന്ന് ചൂടാക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര നന്നായിട്ട് അലിയുന്നവരെ വേണം ഇത് ബീറ്റ് ചെയ്യാൻ. അതോടൊപ്പം തന്നെ ഈ ഒരു മിക്സ് ചെറിയൊരു ചൂട് ആയി വരുകയും വേണം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് ചെറിയ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിരലിട്ടിങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു ചൂട് വേണം. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വിസ്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിക്സി യൂസ് ചെയ്ത് നിങ്ങൾക്കിത് ബീറ്റ് ചെയ്യാം. പക്ഷേ വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് ഇത് ബീറ്റ് ചെയ്യേണ്ടി വരും, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് ബീറ്ററാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഹൈ സ്പീഡിൽ നമ്മളൊരു 2-3 മിനിറ്റ് ബീറ്റ് ആക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു ബാറ്റർ കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് അത് ഇട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പൊടി 3 തവണകളാക്കി ആണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരുപാടിട്ട് ഇളക്കാൻ പാടില്ല. ഇതുപോലെ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ആ പൊടി എല്ലാ സ്ഥലത്തേക്കും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ 3 തവണകളായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാ പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ഫ്ലഫി ആയിട്ടുള്ളൊരു ബാറ്ററാണ്. അപ്പോൾ ഈ ഒരു ഫ്ലഫിനെസ്സിലാണ് ഈ ഒരു കേക്കിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ സോഡയോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു മുട്ടയുടെ ഒരു ഫ്ലഫിനെസ്സാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇനി നമ്മൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ഒന്ന് ഉരുക്കിയിട്ടോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഒന്ന് ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിക്കാതെ ഇതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ ബാറ്റർ എടുത്തിട്ട് ആ ഒരു ബട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒരേപോലെ എല്ലായിടത്തും മിക്സ് ചെയ്ത് കിട്ടും. ഈ ഒരു ഓയിൽ ചേർക്കാതെ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കാം. അപ്പോൾ കേക്ക് കുറച്ചൊരു ഡ്രൈ ആയിരിക്കും. കാരണം നമ്മൾ മറ്റൊന്നും ഇതിൽ റൈസ് ചെയ്യാനായിട്ട് ചേർത്തിട്ടില്ല. ഇത് ഈ എണ്ണ ചേർക്കാതെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ടായിട്ടുള്ള
ടിന്നാണ് എടുത്തുള്ളത്. അത് ഒരു ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് തട്ടി കൊടുക്കുക, എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് സോസ് പാനിലോ കുക്കറിലോ ഓവനിലോ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ OTG ഓവനിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഏറ്റവും താഴത്തെ റാക്കിലാണ് വെച്ച് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ മുകളിലത്തെയും താഴത്തെയും കോയിൽസ് രണ്ടും ഓണാണ്. അപ്പോൾ ഇത് 30 മിനിറ്റ് മതിയാകും ഇത് ബേക്കായി കിട്ടാനായിട്ട്. ഞാൻ 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണ്, നന്നായിട്ട് റൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ബേക്കിംഗ് പൗഡറും സോഡയും ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് കേക്ക് കിട്ടി. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം ഇത് കുക്കായി വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ഇത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കേക്ക് ടിന്ന് ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഈ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ചെറിയ ചൂടോടെ തന്നെയാണ് ഞാൻ ഈ ഒരു പേപ്പർ മാറ്റി കൊടുക്കുന്നത്. ഈ ഒരു കേക്ക് നമുക്ക് ഏത് ഐസിങ് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിട്ടും അതുപോലെ തന്നെ ചോക്ലേറ്റ് ബട്ടർ ക്രീം കേക്കായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ഫ്രോസ്റ്റിംഗാണ് ഞാനിന്ന് കാണിക്കുന്നത്. അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത നല്ല സിമ്പിളായിട്ടുള്ളൊരു ഫ്രോസ്റ്റിംഗാണ്. അപ്പോൾ നമ്മളിതിന് മുൻപ് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ആ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് ആയിട്ടുള്ള നല്ല ഒരു ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും ബേക്കിംഗ് പൗഡറും സോഡയും ഒന്നും ഇല്ലാതെയാണ്. ഈ ഒരു കേക്ക് നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ എണ്ണയും അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കാം. പഞ്ചസാര നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ മുട്ടയുടെ അളവ് 4 എണ്ണം തന്നെ വേണം. അപ്പോൾ അതാണ് ഈ ഒരു കേക്കിന് നല്ലൊരു ടെക്സ്ചർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്കിനി ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കുക്കിംഗ് ചോക്ലേറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവിലൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് ഇതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വാനില സിറപ്പ് ഉണ്ടായിരുന്നു, അത് ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇതിന് കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് മധുരമുള്ള ഒരു ചോക്ലേറ്റാണ്. മധുരമുള്ള ചോക്ലേറ്റ് എടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് വരിക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈനും ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഫ്രോസ്റ്റിംഗ് നല്ല സെറ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു കേക്ക് ചെറിയൊരു ചൂടോട് കൂടി സെർവ് ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ബേക്കിംഗ് പൗഡറോ സോഡയോ ഒന്നും ഇല്ലാതെ നമ്മളൊരു അടിപൊളി സ്പോഞ്ചായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ബർത്ത്ഡേക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിന് മുൻപ് നമ്മൾ ഇതേ മെത്തേഡിൽ ഒരു വാനില കേക്ക് ചെയ്തിട്ടുണ്ട്, ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് കുക്കറിൽ. അപ്പോൾ അതൊരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കേക്ക് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്